അല്ലേ നീ ഇപ്പൊ എവിടെയാ? ഒറ്റയ്ക്കാ? ഒരു പരിപാടിയില്ല, വെറുതെ ഞാനേ ഒന്ന് ഊണ് കഴിഞ്ഞേ ഉറങ്ങിയിട്ടൊക്കെ വരാം. മുങ്ങല്ലേ? ഇല്ല, നീ ഇങ്ങോട്ട് എത്തുമ്പോൾ ഒന്ന് വിളിച്ചാൽ മതി എന്നെ. വേറെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അല്ല, അവരെയൊക്കെ വിളിക്കേ. ഞാൻ വന്നിട്ട് പ്ലാൻ ചെയ്യാം അല്ലേ? ആയിക്കോട്ടെ. ഉറങ്ങിക്കളയല്ലേ? ആ 5:30 മണി. ശരി ആശാനെ. വെറുതെ അല്ല മീൻ. അച്ഛാ എന്തൊക്കെയുണ്ട്? കടമുതലാളിമാരൊക്കെ എന്താ ഇങ്ങോട്ട്? വെറുതെ പ്രജകളൊക്കെ ഒന്ന് കാണാൻ ഇറങ്ങിയതാ. ഓ മതിയാക്കടി, എത്ര നേരായി. അച്ഛാ, ഏതാ സീരിയൽ? ഏതെങ്കിലും ഒന്നിൽ പിടിച്ചിട്ടുണ്ടോ? പരിതാപകരം. പരിതാപകരോ? കുറെ കാലമായിട്ട് ഓടുന്ന സീരിയലാ. നീ എന്താ പറയണെന്ന് മെസ്സേജ് അയച്ചിരുന്നേ? ഫുഡ് എടുക്കുമോ? വിശക്കുന്നു. അതെ, നീ 1-2 കറിയും കൂടെ വെക്കാൻ പഠിച്ചോ. ഇത്ര നാളും ഉമ്മയുടെ കറി കിട്ടുമെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഉമ്മക്ക് എന്ത് പറ്റി? മരക്കഴുതി ഉമ്മാക്കൊന്നും പറ്റിയതല്ല, ഞാൻ കുടുങ്ങിയതാ. നിക്കാ ഉറപ്പിച്ചു. ഉമ്മ വിളിച്ചിട്ട് പോയിന്ന് പറഞ്ഞിട്ടു ഇതായിരുന്നു സംഭവം? അവര് വരുന്നു, ഒറ്റ ദിവസം കൊണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നു, തീരുമാനമാക്കുന്നു. എൻ്റെ ജോലിയുടെ കാര്യം ഇതോടെ തീരുമാനമായി. ജീവിതം ഒന്ന് പച്ച പിടിച്ച് വരുമായിരുന്നു. അപ്പോഴാ. നിനക്കൊക്കെ അല്ലേ? ബാക്കി എല്ലാവർക്കും ഓക്കെയാണ്. അപ്പൊ ശരി, നാളെ കാണാം. ഉറപ്പാണോ? എടി, കറി എങ്ങനെ ഉണ്ടായിരുന്നു? പരിതാപകരം. എന്ത് ജാമ്പോന്റെ ഐറ്റോണുള്ളത്? നിന്നെ കൊണ്ടാവില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. കഴിഞ്ഞ 110 തവണ ഞാൻ തന്നെ ഇത് റെഡിയാക്കിയത്. 110 അല്ല, 12. മനുഷ്യനായ മടുക്കൂലടോ. എന്നാ ഇരുന്ന പോലെ പൂട്ടിക്കെട്ടി വെച്ചിട്ട് വിട്ടോ. എനിക്ക് കാശൊക്കെ ആയി, കട പുതുക്കി, സിസ്റ്റം പുതുക്കി വിളിക്കാം കേട്ടോ. ശരിക്കും കാശുണ്ടെങ്കിൽ ഇതൊക്കെ ഞങ്ങൾ ചെയ്യൂലോ. പ്ലീസ് ഒന്ന് നോക്ക്. ദേ, ഇതിൻ്റെ ആളൊന്ന് വന്നാൽ കുറച്ച് കാശ് കിട്ടും. ഞാനവിടെ കൊണ്ടുതരാം. എടാ നീ ഇവിടെ ഞാൻ പോരാ. എന്താണ്? അതെ, ഒരു കാര്യം പറയാനുണ്ട്. അത് ഗംഗേട്ടനെ കാണാൻ വേണ്ടി ഞാൻ കുറച്ച് ദിവസമായിട്ട് ശ്രമിക്കുക. പക്ഷെ പുള്ളി എനിക്കിതുവരെ പിടിയെന്നിട്ടില്ല. അച്ഛൻ്റെ മുഖം കാണുമ്പോൾ ദിവസം ചെല്ലുന്തോറും ടെൻഷൻ കൂടുക. ഒന്നിലും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ ഇങ്ങനെ. പുള്ളിയുടെ പ്രായത്തുമ്പോൾ മനസ്സിലാവുന്ന ചില കാര്യങ്ങളുണ്ട് ലൈഫിൽ. ഈ നരച്ചു തുടങ്ങുമ്പോൾ കിട്ടുന്ന വെളിവിലാണ് ജീവിതത്തിൻ്റെ ചിലതൊക്കെ. എൻ്റെയും 4 മുടി നരച്ചിട്ടുണ്ട്.
അതെ, തനിക്കിനി പഠിക്കണമെന്നും ജോലിക്ക് പോകണമെന്നൊന്നും ആഗ്രഹമില്ല. ഈ സ്കൂട്ടറും ആ കടയും മാത്രമേ എനിക്കുള്ളൂ. രണ്ടും ഇനി എത്ര കാലം ഓടുമെന്ന് എനിക്കറിയില്ല. ഡേറ്റ് തീരുമാനിച്ചോ? 22-ാം തീയതി. ഒന്നും ആലോചിക്കാൻ സമയമില്ല. നിനക്കും കൂടി പോകാൻ വേണ്ടി വിസ കിട്ടുന്നവരെ ജോലി വിടണം. നീ ഈ കൂർക്ക് കഴിച്ചേ. നല്ല അസല് കൂർക്ക. പോരാ. എന്താ ചേച്ചി വേണ്ടേ? കാജൽ ഏതാ ഉള്ളത്? എഴുത്തുകാരനും പൗരാവകാശ പ്രവർത്തകനുമായിരുന്ന ഗൗരി ശങ്കർ ധർമ്മപുരിയിൽ വെടിയേറ്റു മരിച്ചു. ബൈക്കിലെത്തിയ രണ്ടുപേർ ഗൗരിക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. 4 ബുള്ളറ്റുകളാണ് ഗൗരിയുടെ ശരീരത്തിൽ നിന്നും കണ്ടെത്തിയത്. കന്നഡ പുരോഗമന സാഹിത്യകാരൻ നെഞ്ചുട്ടപ്പയുടെ മരണത്തിന് സമാനമായാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കടുത്ത വിമർശകനായ ഗൗരി ശങ്കറും കൊല്ലപ്പെട്ടത്. എഴുത്തുകാരുടെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുന്ന രാത്രിയിലാണ് സംഭവം നടന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി ഗൗരി ശങ്കറിന് നേരെ പ്രത്യക്ഷവും പരോക്ഷവുമായ ആക്രമണങ്ങളും വധഭീഷണികളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റും ഉണ്ടായിട്ടുണ്ട്. രാജ്യം അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നേരിടുകയാണെന്ന് മുതിർന്ന എഴുത്തുകാരൻ ജയദേവൻ പറഞ്ഞു. മലയാള ഭാഷയെയും സാഹിത്യത്തെയും ഏറെ സ്നേഹിച്ചിരുന്ന ഗൗരിയുടെ 5 പുസ്തകങ്ങളിൽ 2 മലയാളത്തിലാണ്. கொஞ்சம் லேட் ஆயாலும் நாங்கள் வெயிட் பண்ணுறது உங்களுக்கு ஒன்றும் புத்திமுட்டு இல்லையா? லேட் ஆகாது, இருந்தாலும் சுட எடுத்து வைங்க. രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലുള്ള നിരവധി പ്രമുഖർ നടുക്കം രേഖപ്പെടുത്തി. ജന്മനാട്ടിലും കേരളത്തിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. താൻ അറിഞ്ഞോ? വിയോജിക്കുന്നവരെയൊക്കെ അങ്ങ് കൊന്നുകളയ. ആരാ കൊന്നത്? ആരും ആവാം, നമ്മളൊക്കെ ആവാം.